ഒരു കെമിക്കൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ +5 ഉള്ള ആള് -3 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കുറയണം? ഇത്രേ ഉള്ളൂ കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാലൻസിങ്ങിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ തറവാക്കി വെക്കുക. ഹായ് ഓൾ, വെൽക്കം ടു DNA ലേണിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ടു ബാലൻസ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എങ്ങനെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ? നോക്കടാ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. നോക്ക്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഏത് മീഡിയ ആണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അസിഡിക് മീഡിയ ആണോ ബേസിക് മീഡിയ ആണോ നോക്കുക. ഇവിടെ ഏത് മീഡിയ ആണ്? ബേസിക് മീഡിയ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബാലൻസ് ചെയ്യേണ്ട റിയാക്ഷന് നേരെ താഴേക്ക് എഴുതി വെക്കുക. നോക്കടാ, സിങ്ക് പ്ലസ് NO3 മൈനസ് ഗീവ്സ് എന്താണ്? Zn2 പ്ലസ് എന്താണ്? NH4 കുഴപ്പമുണ്ടോ? ഇല്ല. നേരെ റിയാക്ഷൻ നേരെ താഴേക്ക് എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ ചെയ്താ. ഇവിടെ Zn എന്താണ്? 0 ആണ്. NO3 മൈനസിൽ Nന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +5. ഇവിടെ Zn2 തന്നിട്ടുണ്ട്. NH4 Nന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? -3 അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉള്ള ആളുകളുടെ എണ്ണം എന്ത് ചെയ്യണം? സെയിം ആക്കണം അല്ലെ. അതായത് ഇവിടെ സിങ്ക് ഉണ്ട്, രണ്ടാളും ഒരു നമ്പറിലെ ഒരു സിങ്ക് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ, കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞോടാ, ഈ സിങ്ക് എന്തായിട്ട് മാറുന്നു? Zn2+ ആയിട്ട് മാറുന്നു. 0 ഉള്ള സിങ്ക് എന്തായിട്ട് മാറുന്നു? Zn2+ ആയിട്ട് മാറുന്നു. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എത്ര എണ്ണം കൂടി? 2 എണ്ണം കൂടി. കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്ത് പറഞ്ഞോ, NO3 മൈനസിന് എന്താ സംഭവിച്ചത്? +5 ഉള്ള നൈട്രജൻ -3 ഉള്ള നൈട്രജൻ ആയിട്ട് മാറി അല്ലെ. അപ്പൊ +5 ഉള്ള ആള് -3 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം കുറയണം? 8 എണ്ണം കുറയണം അല്ലെ. 8 ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യണം? കുറയണം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ 2 ആണുള്ളത്, ഇവിടെ 8 ആണുള്ളത്. അപ്പൊ ഇത് രണ്ടും സെയിം ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണടാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഇവിടെ വെറുതെ നിൽക്കോ? ഇല്ല. ഈ 4 നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഈ 4 നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. കുഴപ്പമുണ്ടോ? ഇല്ല. ഇതാണ് മെയിൻ പരിപാടി. അത്യാവശ്യം മെയിൻ പരിപാടികൾ കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ചാർജ് ബാലൻസ് ചെയ്യുക. എങ്ങനെ ചാർജ് ബാലൻസ് ചെയ്യല്? നോക്ക്, ഈ സൈഡത്തെ മൊത്തം ചാർജ് നോക്ക്. 4 × 0 0, 1 × -1 അപ്പൊ ടോട്ടൽ ചാർജ് -1. ഈ സൈഡത്തെ ടോട്ടൽ ചാർജ് നോക്ക്. 4 × 2 +8, 1 × +1 +1 അല്ലെ. +1 അപ്പൊ ടോട്ടൽ ചാർജ് എത്ര? +9. അപ്പൊ ഈ സൈഡത്തെ ടോട്ടൽ -1, ഈ സൈഡത്തെ ടോട്ടൽ +9 അല്ലെ. അപ്പൊ ഇത് രണ്ടും സെയിം ആക്കാൻ വേണ്ടി അല്ലെ, ചാർജ് ബാലൻസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എടാ, ബേസിക് മീഡിയ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? OH-. അസിഡിക് മീഡിയ ആണെങ്കിൽ എന്തായിരുന്നു? H+ അല്ലെ. അപ്പൊ ഇവിടെ ബേസിക് മീഡിയ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? OH-. അപ്പൊ OH- ഞാൻ എന്ത് ചെയ്യണം? ഇത് OH- ഇട്ടിട്ട് ഈ ചാർജ് ഞാൻ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലെ. അപ്പോൾ പറഞ്ഞോ, ഇവിടെ +9 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ OH- ഞാൻ ഏത് സൈഡിൽ ആഡ് ചെയ്യണം? ഈ സൈഡിൽ ആഡ് ചെയ്യണം. എത്ര OH- ആഡ് ചെയ്യണം? യെസ്, 10 OH- ആഡ് ചെയ്യണം അല്ലെ. 10 OH- ആഡ് ചെയ്യണം. കാര്യം എന്താ? 10 OH- 9 കുറച്ചാൽ എത്ര കിട്ടും? പറയടാ, 10 മൈനസ് അല്ലെ. -10 + 9 എത്രയാണ്? -1 കിട്ടണം അല്ലെ. അപ്പൊ -1 കിട്ടണമെങ്കിൽ നമ്മൾ എത്ര OH- ആഡ് ചെയ്യണം? 10 OH- ആഡ് ചെയ്യണം. കഴിഞ്ഞോ? ഇല്ല. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. നോക്ക്, ചാർജ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഹൈഡ്രജൻ. ഇവിടെ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജനും ഇവിടെ 10 ഹൈഡ്രജനും, ടോട്ടൽ 14 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വാട്ടർ വേണം? പറയടാ, 7H2O അല്ലെ. 14 ഹൈഡ്രജൻ ഈ സൈഡിലും വേണം. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ റിയാക്ഷനെ താഴേക്ക് എഴുതി വെക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര ഓക്സിഡേഷൻ നമ്പർ എത്ര കൂടി എത്ര കുറഞ്ഞു എഴുതുക. ഇത് രണ്ടും സെയിം ആക്കുക. ഇനി മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ നേരെ ഇങ്ങോട്ടേക്കും ഇറങ്ങുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ചാർജ് ബാലൻസ് ചെയ്യാണ് അല്ലെ. അപ്പൊ ചാർജ് ബാലൻസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? OH- ആണുള്ളത് അല്ലെ. അപ്പൊ OH- ഞാൻ എവിടെ ആഡ് ചെയ്യണം? ഈ സൈഡിൽ ആഡ് ചെയ്യണം. നല്ലല്ലേ. -10 + 9 -1 കിട്ടുള്ളൂ ആണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 10 OH- ആഡ് ചെയ്തു അല്ലെ. 10 OH- ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 4, ഇവിടെ 10, അപ്പൊ ടോട്ടൽ 14 ഹൈഡ്രജൻ ഉണ്ട്. 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ എത്ര H2 ആഡ് ചെയ്യണം? 7H2O അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞു. എത്ര? സിങ്കിന്റെ കോഎഫിഷ്യന്റ് എന്താ? സിങ്കിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. NO3ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. OH- കോഎഫിഷ്യന്റ് എത്രയാണെടാ? 10 ആണ്. അപ്പൊ 4, 1,
10. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അസിഡിക് മീഡിയ ആയിട്ടും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസിങ്ങിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ തറവാക്കി വെക്കുക. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ.